മെഡിക്കൽ കോളേജിൽ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തിൽ വലഞ്ഞ രോഗികൾ. 75 കോടി രൂപയുടെ കുടിശ്ശിക കൊടുക്കാത്തതിനാൽ വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഡിസംബർ വരെയുള്ള കുടിശ്ശിക ഈ മാസം ലഭിക്കുമെന്ന് ഉറപ്പു ലഭിച്ചാലേ മരുന്ന് വിതരണം പുനരാരംഭിക്കുമെന്ന് അറിയിച്ച് മന്ത്രിക്കും മെഡിക്കൽ കോളേജ് അധികൃതർക്കും വിതരണക്കാർ കത്തയച്ചു. സാനിയോ മനോമി നൽകും വിവരങ്ങൾ. സാനിയോ, രൂക്ഷമായ മരുന്ന് ക്ഷാമമാണെന്ന് മനസ്സിലാക്കുന്നു. രോഗികൾ എത്രത്തോളം ഇത് വലയ്ക്കുന്നുണ്ട്? വിനിത, ഈ കഴിഞ്ഞ മാർച്ച് 10 മുതലാണ് മരുന്ന് വിതരണ കമ്പനികൾ തൽക്കാലത്തേക്ക് വിതരണം നിർത്തിവെച്ചത്. 75 കോടിയുടെ കുടിശ്ശിക കിട്ടാനായതോടുകൂടിയാണ് ഇവർ മരുന്ന് വിതരണം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഡിസംബർ 31 വരെയുള്ള കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർത്താൽ മാത്രമേ തങ്ങൾ വീണ്ടും മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കൂ എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. ഇന്നിപ്പോൾ കലക്ടറുമായി മരുന്ന് വിതരണ കമ്പനികളുടെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിലും കലക്ടർ അറിയിച്ചത് വളരെ അനുഭാവപൂർവ്വം നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം, ഈ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് അറിയിക്കാമെന്നാണ്. പക്ഷെ തീരുമാനമായിട്ടില്ല. നമ്മളോട് സംസാരിച്ച രോഗികളുടെ കൂട്ടിരിപ്പുകാരെ അടക്കം നമ്മൾ കണ്ടതാണ്. വലിയ സാമ്പത്തിക പ്രയാസത്തിന് നടുവിലാണ് രോഗികൾ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ മരുന്ന് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പലർക്കും സ്റ്റെന്റ് അടക്കം പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. 35,000 രൂപയോളം അതിന് ചെലവാകുന്നുമുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളും അവശ്യ മരുന്നുകളും ഒന്നും തന്നെ കിട്ടാത്തൊരു സാഹചര്യം കൂടിയാണുള്ളത്. ശരിയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ഈ മരുന്ന് ക്ഷാമം രൂക്ഷവുമാണ്. കുടിശ്ശിക നൽകാതെ വിതരണക്കാർ മരുന്ന് വിതരണം ചെയ്യില്ല എന്നതിനെ അറിയിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ രോഗികൾ വലയുന്ന ഒരു സാഹചര്യമാണെന്നാണ് സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്തത്. ഡേവിഡ്